الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد عباد الله أوصيكم وإياي بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സ്നേഹനിധികളായ കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനകളെല്ലാം സ്വീകരിച്ച് അല്ലാഹു വിരോധിച്ച വിഷയങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട KPM ദാരിമി അവർക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നന്ദി അറിയിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ഈ ക്ലാസ് റൂം നടത്തിക്കൊണ്ടുപോകുന്ന അതിലെ പ്രധാനപ്പെട്ട അഡ്മിന്മാരിൽപ്പെട്ട ഒരാളാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഇൽമിൽ അല്ലാഹു വർധനവും അതിൽ അല്ലാഹു ഉമ്മത്തിന് നഫ്ഉം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ അദ്ദേഹത്തിന്റെ കുട്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ താഴത്തിലായി ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. സാലിഹ്യങ്ങളായ മക്കളെ നൽകട്ടെ. ആ മക്കളൊക്കെ അള്ളാഹു കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്നവരാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. നല്ലൊരു നസീഹത്ത് ആയിരുന്നു നമ്മൾ കേട്ടിരുന്നത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട KPM ദാരിമിനോട് മാത്രമല്ല, വേറെ അങ്ങനെയുള്ള കുറെ ധാരാളം ആളുകൾ നമ്മുടെ ഈ റൂമിലുണ്ട്. കുറെ ഹുദവികള്, ബാക്കബികള്, ഫൈലുമാര്, വാഫികള്, ഖാസിമുകള്, അല്ലെ, അങ്ങനെ കുറെ ദാരിമികളും അങ്ങനെ ഒരു റഹ്മാനികളും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ചില ഐഡിയൊന്നും കാണുമ്പോൾ നമുക്കതിന് മനസ്സിലാവില്ല. ആ ചില ഐഡിയകളുടെ പിന്നിലുള്ള ആളുകളൊക്കെ നല്ല അലിമികളാണെന്നൊക്കെ എനിക്കൊക്കെ മനസ്സിലാവാറ് ചിലപ്പോഴൊക്കെ PM-ലൂടെ എന്നെ തിരുത്തുമ്പോഴും അതല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിനാവശ്യമായ തെളിവുകളൊക്കെ PM-ലൂടെ നമുക്ക് നൽകുമ്പോഴൊക്കെയാണ് അവരെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ സാധിക്കുന്ന രീതിയിൽ ഒരു നിശ്ചിത സമയം തെരഞ്ഞെടുത്തുകൊണ്ട് ക്ലാസ് എടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഞാനൊക്കെ ഇപ്പൊ ഇതിന് മെനക്കെട്ടതെന്ന് പറഞ്ഞാല് ഇതങ്ങനെ ആയിത്തീർന്നതാണത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തുടങ്ങി നോക്കുമ്പോ പിന്നെ അങ്ങനെ ഇതിൽ കാര്യമായ ഒരു ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നു. മിക്കവാറും ഈ റെക്കോർഡിങ്ങളെ പ്ലേ ചെയ്യും. രാവിലെ 12, 13, 14, 15 ആളുകളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ റെക്കോർഡിങ്ങനെ പ്ലേ ചെയ്യും. സദാസമയത്തും റെക്കോർഡ് പ്ലേ ചെയ്യും. രാത്രി ഹദ്ദാദ് ആരെങ്കിലും നോക്കിയിട്ട് റൂമാണ് പൂട്ടും. പിന്നെ രാവിലെ ആരെങ്കിലും സൗകര്യമുള്ള ആളുകൾ റൂം തുറക്കും, റെക്കോർഡ് പ്ലേ ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങിയാൽ എന്താണുള്ളത്. അപ്പൊ അങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ അപ്പൊ ആളൊക്കെ ഉണ്ടായി. പിന്നീട് അൽഹംദുലില്ലാഹ് ഇപ്പൊ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വളരെ സജീവമായ 5 വർഷം മാത്രം പഴക്കമുള്ള ഒരു റൂമാണ് നമ്മുടെ റൂം. മലബാർ റൂം തുടങ്ങിയിട്ട് അതിന് 12 വർഷം കഴിഞ്ഞായി. അത് തുടങ്ങി 7 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ബൈലക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എന്ന വിവരം തന്നെ നമ്മൾ അറിയുന്നത്. അവർ റൂം തുറന്നിട്ട് 7 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനത്തെ സംവിധാനമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ട് നമ്മുടെ ചില ആളുകളൊക്കെ നമ്മുടെ ഹുദവികൾ ബോംബെയിലെ നമ്മുടെ മുസ്തഫ ഹുദവി ഒക്കെ പോലെയുള്ള ആളുകളൊക്കെ റൂം തുറന്നു. പിന്നീട് അൽഹംദുലില്ലാഹ് അങ്ങനെ ഈ നിലക്കായി. അപ്പൊ ഞാൻ പറഞ്ഞതല്ല. അപ്പൊ അന്ന് ഈ റൂം നടത്തിക്കൊണ്ടു പോവാനുള്ള ആളുകളെ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയതാണത്. എന്റെ ഒരു ഫിഖ് ക്ലാസും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഖാസിമി ഉണ്ടായിരുന്നല്ലേ, പിന്നെ ഖാസിം ദാരിമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് ക്ലാസ് ഇങ്ങനൊക്കെ, നമ്മുടെ റഹ്മാൻ ഫൈസിന്റെ ഒരു ക്ലാസ് ഇങ്ങനൊക്കെ, നമ്മുടെ റാഫി ബാക്കബി ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹത്തിന്റെ ചിലപ്പോ നസീഹത്തും അദ്ദേഹത്തിന്റെ വക ഒരു ഹദ്ദാദ് ചെല്ലലും, പിന്നെ റൂമണ്ട് പൂട്ടുക, പിന്നെ രാവിലെ തുറക്കുക, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് 24 മണിക്കൂറും നമുക്ക് സമയം പോരാന്നുള്ള വിഷയമാണത്. അപ്പോ ഇനി ഇൻഷാ അല്ലാഹ് അന്ന് 12, 13, 14, 15 ഒക്കെയാണ് ഐഡി ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അന്ന് ഒരിക്കൽ 70 ഐഡി ഉണ്ടായി. 70 ഐഡി ഉണ്ടാക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അന്ന് നമ്മുടെ ഇസ്മായിൽ ഉണ്ടായിരുന്നു, ഖാസിം ഇസ്മായിൽ എന്ന് ഐഡി ഉള്ളത്. അവനൊക്കെ ആദ്യം മുറിക്കുള്ള ആളാണ്. അപ്പൊ അന്ന് അവൻ അങ്ങനെ പൂവെറിഞ്ഞിരുന്നു. 70 എഴുതിയിട്ട് ഇങ്ങനെ പൂവെറിഞ്ഞിരുന്നു. 70 ആളുണ്ട് നമ്മുടെ റൂമിൽ നിന്ന്. അപ്പോ പിന്നീട്
150 ആളുണ്ടായ ഒരു സമയം ഉണ്ടായി. അത് സലാം ബാക്കവി ഉസ്താദും പിന്നെ ഈ എന്താണ് മറ്റേ മുജാഹിദിന്റെ ആളുണ്ടല്ലോ എന്താണ് അയാളുടെ പേര്, ഞാൻ ഇപ്പൊ നാളെ അടുത്ത് നമ്മുടെ സമസ്തയിലേക്ക് നസാഫ് മൗലവി, അതെ നസാഫ് മൗലവി, അദ്ദേഹം തമ്മിലുള്ള ഒരു വാദപ്രതിവാദം ഉണ്ടായി നാരിയ സ്വലാത്ത് സംബന്ധമായി. അന്ന് 150 ആളുണ്ടായി. നമ്മ റൂം ഏറ്റവും താഴെ സാധാരണ കിടന്നിരുന്നത്. അങ്ങനെ ഞാനൊരിക്കൽ ഡി സി ആയിരിക്കുമ്പോൾ ഞാൻ റൂം തെരഞ്ഞു നോക്കാല്ലേ, നമ്മുടെ റൂം താഴെ ഞാൻ തെരഞ്ഞു നോക്കണത്. അപ്പൊ റൂം കാണാല്ലേ, അപ്പൊ നോക്കുമ്പോൾ അന്ന് നമ്മുടെ റൂം ഏറ്റവും മേലെയാണ്. അപ്പൊ അത് അന്നാണ് നമ്മുടെ റൂം ഏറ്റവും ടോപ്പിലായത്. അത് കഴിഞ്ഞിട്ട് നിൽക്കും ചെയ്ത്. ഇപ്പൊ അൽഹംദുലില്ലാ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വളരെ സജീവമായിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഏറ്റവും അധികം വിപ്ലവം ഉണ്ടാക്കിയ ഒരു റൂമാണിത്. ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയ റൂമാണ്. ഒന്നാമത്തെ വിപ്ലവം വ്യാജമുടി പൊളിച്ചു എന്നുള്ളത്. അതിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നടത്തിയ പങ്ക് ചെറുതൊന്നല്ല. ജനങ്ങളിൽ വലിയ സ്വാധീനമുള്ള വലിയൊരു മൂല്യരിലെ ആധികാരിക സ്വഭാവത്തോടു കൂടി ലക്ഷക്കണക്കിന് ആളുകൾ മുമ്പിൽ വെച്ച് സെനതൊക്കെ വായിച്ചിട്ട് കൊടുക്കണേ. ആ മുടിയാണ് പൊളിക്കല്ലേ, ആ വായിച്ചത് സെനതല്ല, അത് നസബാണ്. അതൊക്കെ അങ്ങനെയുള്ള അത് ആകെ പൊളിച്ച് തരിപ്പണമാക്കി പോയി. അതിൽ ഒന്നാം സ്ഥാനം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തന്നെയാണ്. പിന്നീട് ധാരാളം വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടും വാദപ്രതിവാദങ്ങൾ ഏറ്റവും അധികം കൂടുതൽ നടത്തിയ റൂം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമായിരിക്കും. അപ്പൊ അങ്ങനെ വലിയ വിപ്ലവം സൃഷ്ടിച്ച റൂമാണ് എന്ന്. അതാണ് പറയുക കേരള ഇസ്ലാമിക് ക്ലാസ് ഒരു മുബാറക്കായ റൂമാണിത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദ് തുടക്കം കുറിച്ച ഒരു മുബാറക്കായ റൂമാണിത്. അപ്പൊ അതിൽ എല്ലാവരും വളരെ സജീവമാണ്. ഇൻഷാ അല്ലാഹ് റമദാനാണ് വരുന്നത്. റമദാനിക്ക് എന്തൊക്കെ പരിപാടി നടത്തേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊരു കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. അതിനു മുമ്പായി റമദാനിൽ ഒരു നിശ്ചയ സമയം തെരഞ്ഞെടുത്തുകൊണ്ട് ആർക്കൊക്കെ ക്ലാസ് നടത്താൻ സാധിക്കുക എന്ന് അവർ ഇങ്ങോട്ട് അറിയിക്കുകയാണെങ്കിൽ അത് വളരെ സൗകര്യമായിരുന്നത്. ഇങ്ങോട്ട് അറിയിക്കേണ്ട ഒരു നിശ്ചയ സമയത്ത് ഇന്ന വിഷയത്തെക്കുറിച്ച് ഇത്ര സമയം ക്ലാസ് എടുക്കാൻ ഞാൻ എന്ന് പിന്നെ ഒരാൾ പറയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അതനുസരിച്ച് നമുക്ക് ഷെഡ്യൂളൊക്കെ തയ്യാർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറെ ആളുകളുണ്ട് നമ്മുടെ എന്തെല്ലാം വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ സാധിക്കും അല്ലേ. ഇപ്പൊ ഡോക്ടർ റഹ്മാൻ സാഹിബ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ വിഷയം ക്ലാസ് എടുക്കാൻ സാധിക്കും. അതൊരു മുഅ്മിന് ഒരു അനിവാര്യമായ ഒരു വിഷയമാണ്. ഒരു മനുഷ്യന്റെ ശരീരം ആരോഗ്യത്തോടു കൂടി എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കൽ അതൊരു മുഅ്മിനായ മനുഷ്യന് ആവശ്യമാണ്. അതുപോലെ സാങ്കേതിക വിദ്യകൾ അറിയുന്ന ആളുകളുണ്ട്, അവർക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാമല്ലോ. കമ്പ്യൂട്ടർ സംബന്ധമായി മറ്റൊക്കെ അറിയുന്നത്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ തുർക്കിയിലൊക്കെ ഉള്ള നമ്മുടെ രവികളും അങ്ങനെ അവരുണ്ട്. അതുപോലെ തന്നെ ന്യൂസിലൻഡിലുള്ള ആളുകൾ, അതുപോലെ തന്നെ അമേരിക്ക, ബ്രിട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ പോളണ്ട് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്കും തന്നെ അവരുടെ ആ രാജ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമല്ലോ നിശ്ചയ സമയത്ത്. അവിടുത്തെ പിന്നെ ഈ രാജ്യത്തിന്റെ പ്രകൃതി, അവരുടെ സ്വഭാവം, അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം, അങ്ങനത്തെ പല വിഷയങ്ങളുണ്ടാവുമല്ലോ. അപ്പോ അതൊക്കെ അവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ പിന്നെ ക്ലാസ് എടുത്ത് റിയാവുദ്ദീൻ ഫൈദ് ഉണ്ട്. വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ് റിയാവുദ്ദീൻ ഫൈദ്. അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ ആ റിയാദിലുള്ള ആളുകളെ തന്നെ ശ്രമിക്കേണ്ടതാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ പരീക്ഷാ ബോർഡ് അംഗമാണ് അദ്ദേഹം. ഞാൻ ആ വിഷയം അടുത്താണ് അറിയുന്നത്. ജാമിഅ നൂരിയ അറബി കോളേജിന്റെ പരീക്ഷാ ബോർഡ് അംഗമാണ് അദ്ദേഹം. എന്നിട്ട് പരീക്ഷന്റെ സമയത്തൊക്കെ അദ്ദേഹം റിയാദിൽ നിന്ന് നാട്ടിൽ പോവാറാണ്. അപ്പൊ അത്രയും പ്രഗത്ഭരായ വ്യക്തികളൊക്കെ നമുക്ക് ധാരാളം ഉണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്ന് അറിയിക്കുകയാണ്. എന്നിട്ട് ഞാൻ അസ്സലാമു അലൈക്കും കുറച്ച് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പുകവലിയുടെ ഇസ്ലാമിക വിധി എന്താണെന്നാണ് ഒരു ചോദ്യം. സഹാബികളിൽ ആരെങ്കിലും പുകവലിക്കാറുണ്ടായിരുന്നതായി ചരിത്രരേഖകളിലുണ്ടോ? ദുആ വസിയത്തോടെ. സഹാബികളാരും പുകവലിച്ചതായിട്ട് ആരും ചെയ്യില്ല. പുകവലി എന്ന് പറഞ്ഞാൽ പുകവലി കുറെ മുമ്പേ ഉള്ള ഒരു ദുസ്വഭാവമാണത്. അത് സാധാരണ ഈ പുകയിലുണ്ടല്ലോ അതിലിങ്ങനെ നമ്മുടെ നാട്ടിലമാര് ബീഡി, സിഗരറ്റ് അതൊന്നല്ല എങ്കിലും അതൊന്നല്ലാതെ പിന്നെ പുകയില ഉണ്ടല്ലോ അത് പുകച്ചുകൊണ്ട് ആ പുക വലിച്ചെടുക്കുന്ന സ്വഭാവം കുറെ മുമ്പ് തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ കാണാം. എന്തെങ്കിലും പറയല് ഒരു കുഴല് തൊളച്ചാണെങ്കിൽ ഇരിക്കണം ചില പാവങ്ങൾ. എന്നിട്ട് ഇങ്ങനെ കുരക്കണുണ്ടാകുമല്ലോ. അങ്ങനെ കുരക്കണുണ്ടാകും, അതിങ്ങനെ വലിക്കണുണ്ടാകും. അതിന്റെ പേര് മറ്റേ ഹുക്ക വലിക്കല്. അതിങ്ങനെ കാണുമ്പോ തന്നെ പാവം തോന്നൂല്ലേ? അതിങ്ങനെ കാണുമ്പോ തന്നെ അതിങ്ങനെ വലിക്കും ചെയ്യും, അച്ഛനിങ്ങനെ കുരക്കും ചെയ്യും, പിന്നെ വലിക്കും. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ കുറെ മുമ്പ് തന്നെ ഉണ്ട്. അതേസമയത്ത് സഹാബികൾ ആരും പുകവലിച്ചതായിട്ട് ഒന്നും അറിവില്ല.
പക്ഷെ സഹാബികൾ വലിക്കണോ വലിക്കണോ അതൊന്നല്ല ഒരു വിഷയം, നിഷിദ്ധമാണോ അല്ലേ എന്നുള്ളത് അറിയാണ്. സഹാബികളൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയം അല്ല. വലിച്ച് ആരെങ്കിലും ഒരാൾ എന്താണ് പറഞ്ഞത്, ആരെയും വലിച്ചിട്ടുണ്ടോ എന്ന്, അതല്ല വിഷയം. ബഹുമാനപ്പെട്ട ഉലമാക്കൾ ആരെങ്കിലും അത് ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. സാധാരണ പുകവലിയില്ലല്ലോ, അത് ഹറാമാണെന്ന് ഉലമാക്കൾ പറഞ്ഞതായിട്ട് അറിവില്ല എന്നുള്ളതാണ്. അതേസമയത്ത് കഞ്ചാവൊക്കെ ഉണ്ട്. കഞ്ചാവ് അതൊക്കെ ലഹരി സാധനങ്ങളാണ്, അത് ലഹരി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് ഹറാമാണ്. അതേസമയത്ത് കഞ്ചാവെന്നല്ലാത്ത സാധാരണ പുകവലി ഉണ്ടല്ലോ, അത് ഹറാമാണ് എന്ന് ഗണ്യതമായി പറയാൻ നിർവാഹമില്ല. അല്ലേ? ഒന്നാമത് നമ്മൾ പറയുമ്പോൾ സൂക്ഷിക്കണം. കാരണം പഴയ കാലത്ത് നമ്മുടെ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്ന പണ്ഡിതന്മാരൊക്കെ പലരും വലിച്ചിരുന്നു. വളരെ സൂക്ഷ്മത, കറാഹത്ത് പോലും ചെയ്യൂല എന്ന് കരുതി നടന്ന, അങ്ങനെ ഉറപ്പിച്ച് നടന്ന പല ആളുകളും ചുരുട്ടി വലിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് ഹറാമ് എന്നാണ് പറയുമ്പോൾ ഒരു അദബുകേട് ഉണ്ട്, ആ വിഷയത്തിൽ ഒരു അദബുകേടുണ്ട്. അതേസമയത്ത് കഞ്ചാവ് വലിക്കലൊക്കെ ഹറാമാണ്. ഇതും തന്നെ നിർത്തേണ്ടത് തന്നെയാണ് അല്ലെ? ഇതും തന്നെ ഒരു വേണ്ടാത്തൊരു പണിയാണ്. ഒന്നാമത്തെ അതിന്റെ വാസന, അതിന്റെ ആ ചൂരുണ്ടല്ലോ, അതിന് പുറമെ വെറുതെ അനാവശ്യമായി പൈസ ചെലവഴിക്കുക, അതിന് പുറമെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കി തീർക്കുക. അല്ലെ? പുകവലിക്കുന്ന ആളുകൾക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടായി തീരും. അപ്പൊ അതുപോലെ തന്നെ പണം വെറുതെ ചെലവഴിക്കലാണ്. പിന്നെ അവന്റെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ്. ചോന്ന ചുണ്ടൊക്കെയുള്ള ആൾക്കാർ ചുണ്ട് കറക്കും, പിന്നെ ഒരു ദുർഗന്ധം ഉണ്ടാകും. അപ്പൊ ആ രീതിയിലൊക്കെ അത് ഒഴിവാക്കേണ്ടതാണ്. അതേസമയത്ത് ഹറാം എന്ന് പറയാൻ ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ ആരെങ്കിലും അങ്ങനെ അത് നിശ്ചിതമായി അത് ഹറാമെന്ന് പറഞ്ഞതായിട്ട് അറിവില്ല. അതിന് പുറമെ നമ്മുടെ പൂർവികരായ ഉലമാക്കൾ ചില ആളുകളൊക്കെ അത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ ഹറാം എന്ന് പറയാൻ നിർത്തില്ല. പിന്നെ ക്യാൻസർ രോഗം വരും എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ക്യാൻസർ, പുകവലിക്കാത്ത ധാരാളം ആളുകൾക്ക് ക്യാൻസർ ഉണ്ട്, പുകവലിക്കുന്ന പല ആളുകൾക്കും ക്യാൻസർ ഇല്ല. അപ്പൊ അത് അങ്ങനെ ഹറാമാക്കാനില്ല, കുറെ കാര്യങ്ങളുണ്ടാവും അങ്ങനെ ഹറാമാക്കാൻ. അപ്പൊ ഇതിനെക്കുറിച്ച് അങ്ങനെയുള്ളത് ഹറാമല്ല, ഹറാമാന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന്. അതേസമയത്ത് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, വർജിക്കേണ്ടതാണ്. അനാവശ്യമായി പൈസ ചെലവഴിക്കുന്ന വിഷയമാണ്, സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നതാണ്, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതാണ്. അതൊക്കെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ എന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ സുഹൃത്തും KICRന്റെ സാന്നിധ്യവുമായ കരീം AK യുടെ ഉപ്പാപ്പ വട്ടിയത്ത് മുഹമ്മദ് ഹാജി നന്ദി കൊയിലാണ്ടി എന്നിവർ മരണപ്പെട്ടു. പരേതന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇടക്കൊക്കെ പിയ്യം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. നമ്മളൊക്കെ ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ മരണം അതൊരു മനുഷ്യന് അനിവാര്യമായ വിഷയമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉഖ്റവിയായ ജീവിതം സുഖമാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ അടുക്കൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹായ അമലുകളെ അദ്ദേഹത്തിന് തുണയായി അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ നൽകട്ടെ. ആമീൻ. ഉസ്താദ്, ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വൈഫ് മരണപ്പെട്ടു. ഷാർജയിൽ അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് നമ്മുടെ ഒരു അഡ്മിൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വൈഫ് ആണ്, ഷാർജയിലാണ്, മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. ചെറുപ്പക്കാരിയായ ഒരു സഹോദരിയായിരിക്കും. ഷാർജയിൽ ജോലി ചെയ്യുന്ന ആളുടെ വൈഫ് എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാരിയായ സഹോദരിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഖബർ ജീവിതം സുഖത്തിനും റാഹത്തിനും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരെയും അവരുടെ ഭർത്താവ്, അവരുടെ മക്കൾ, അവരുടെ കൂട്ടുകുടുംബങ്ങൾ, അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ മ്യൂസിക് ഹറാമാണോ ഉസ്താദെ? മ്യൂസിക് ഹറാമാണ്. ഹറാമായ മ്യൂസിക്കുകൾ ഉണ്ട്. എല്ലാ മ്യൂസിക്കും ഹറാമല്ല. കമ്പിവാദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹറാമാണ്. വീണ, ഹാർമോണിയോ, ഗിറ്റാർ പോലെയുള്ള. അപ്പൊ കമ്പിവാദ്യങ്ങളും അതിന്റെ ശബ്ദമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. ഇപ്പോ അതിന് കമ്പിയൊന്നും വേണ്ടതില്ല. ഹാർമോണിയത്തിനൊക്കെ ഒന്ന് കമ്പി ഉണ്ടാവും പഴയ കാലത്തിലെ കമ്പി. അതുപോലെ തന്നെ ഈ വീണക്കൊക്കെ കമ്പി ഉണ്ടാവും. അപ്പോ അതിന്റെ ശബ്ദമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് ഇപ്പൊ പലതും. അതും ഹറാമ് തന്നെയാണ്.
അപ്പൊ എല്ലാ കമ്പിവാദ്യങ്ങളും ഹറാമാണ്. അതിന്റെ ശബ്ദമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഹറാമ് തന്നെയാണ്. അതുപോലെ തന്നെ ചെണ്ട എല്ലാ ചെണ്ടയും ഹറാമല്ല എന്നാണ്. നടു കുടുങ്ങിയ ചെണ്ടയാണ് ദുടി എന്ന് അറിയുന്നില്ലേ, അത് ഹറാമാണ്. അതേസമയം നടു കൊടുങ്ങാത്ത ചെണ്ട അത് ഹറാം അല്ല എന്ന് നമ്മുടെ പൂർവികരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശാരിയാത്തിലൊക്കെ ഫത്വയില് നടു കുടുങ്ങിയ ചെണ്ടയാണ് ഹറാം എന്ന് ഉണ്ടത്രേ. അപ്പോ എല്ലാ മ്യൂസിക്കും ഹറാമല്ലാന്ന്. മ്യൂസിക് എന്നുള്ളതല്ല, എല്ലാ ഈ വാദ്യോപകരണങ്ങളും ഹറാമല്ല. എന്നാൽ ഹറാമായത് കുറെ ഉണ്ട്. അതിൽപ്പെട്ടാണ് ഏത് കമ്പിവാദ്യങ്ങള്, അതുപോലെ തന്നെ ഈ നടു കുടുങ്ങിയ ചെണ്ട ഒക്കെ. കൊയൽവിളി ഹറാമാണോ ഇല്ലേ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ്. നമ്മുടെ ഉലമാക്കളിൽ പലരും അത് അനുവദനീയമാക്കിയിട്ടുണ്ടെന്നാണ്. ഏത് ഈ കൊയൽ വിളിക്കലേ, അത് ഉലമാക്കളിൽപ്പെട്ട ചില ആളുകളെ, കുറച്ചാളുകളെങ്കിലും അത് ഹലാലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു വിഷയമാണെന്ന് അർത്ഥം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ചിലപ്പോൾ ആളുകളൊക്കെ എങ്ങനെ നമ്മുടെ ഈ ബുഷറാഖ് മുജോമിന്റെ പാട്ട് കേൾപ്പിക്കുമ്പോഴും അതുപോലെ നൂറിനുണ്ടായിരുന്ന സമയത്ത് അതിന്റെ പാട്ട് കേൾപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഹറാമല്ലേ എന്ന് ചോദിച്ചിരുന്നു. അത് ഹറാമല്ല. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആവശ്യത്തില്. അതിൽ കമ്പിവാദ്യങ്ങളില്ല, ഒന്നുമില്ല. അതിൽ ദഫാണുള്ളത്. പിന്നെ ഡെസ്കുമരൊക്കെ തന്നെ മുട്ടിട്ടൊക്കെ ഉണ്ടല്ലോ പാട്ട് വിടുമ്പോൾ ചില ആളുകളൊക്കെ വളരെ മനോഹരമായ രീതി തന്നെ ഡെസ്കുമരം മേശമരൊക്കെ താളം പിടിച്ചിട്ടൊക്കെ പാട്ട് പാടും. അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെയാണ് അതിലുള്ളത്. അതല്ലാതെ മറ്റ് ഹറാമായ ഉപകരണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ആ പാട്ടിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇന്ന് രാവിലെ എന്റെ ഒരു വകയിൽ ഉപ്പാന്റെ സഹോദരി അതായത് എന്റെ അമ്മായി തിരൂര് പുള്ളൂര് കുന്നത്ത് ഫാത്തിമ എന്ന പാത്തുട്ടി ഉമ്മ മരണപ്പെട്ടു. മഗ്ഫിറത്തിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം എന്ന് ഹനീഫ അൽ ഐൻ ഹനീഫ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തിന് PM വന്നിട്ട് കുറെ നേരമായിട്ടുണ്ടാവും. ഞാനൊന്നും രാവിലെ ഒന്ന് ഉറങ്ങിപ്പോയി. അത് കാരണം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതാണ്. ഏതായാലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന് അവരുടെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ വക തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളൊക്കെ അള്ളാഹുവിൽ പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. സഹോദരി ക്യാൻസർ, അത് ഇന്നലെ ഒരാൾ വിളിച്ചു പറഞ്ഞതാണ്. ഒരാള് നമ്മുടെ ഓർമ്മക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ഒരാള് സൗദി അറേബ്യയിൽ നിന്നാണ് വിളിച്ചത്. മമ്പീതിയുള്ള ഒരാളാണ്, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ക്യാൻസർ ആണ്. ഇന്നൊരു പരിശോധന ഉണ്ട്. അതിന്റെ റിസൾട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് ആവാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തും അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റു എല്ലാ നബിമാരുടെയും മുർസലീങ്ങളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെ ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദേ, സുഖം അല്ലേ? അൽഹംദുലില്ലാഹ്. ഉപ്പയും ഉമ്മയും ഉംറക്ക് വരുന്നുണ്ട്. ഉപ്പാക്ക് വേണ്ട മാതിരി സുഖം ഇല്ല. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അവരുടെ അമലുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന് കഴിവ് നൽകട്ടെ. അവർ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. വിസിറ്റ് വിസയിലാണ് വരുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം എടുക്കാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഇവിടെ വന്ന് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിധി ഉസ്താദ് ഒന്ന് വിവരിച്ചാലും. വീട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യുകയൊക്കെ ചെയ്യാം, നാട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് വരാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. മീഖാത്തിൽ വെച്ചോ അല്ലെങ്കിൽ മീഖാത്തിന്റെ മുമ്പോ ഇഹ്റാം ചെയ്യണം. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മക്കയിൽ വരികയാണെങ്കിൽ അവന്റെ ആ വരുന്ന വഴിക്കുള്ള മീഖാത്ത് ഉണ്ടല്ലോ, ആ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ്. ആ മീഖാത്ത് ഇഹ്റാമിൽ ആയിക്കൊണ്ടല്ലാതെ മീഖാത്ത് വിട്ട് കിടക്കാനും പാടില്ല. അപ്പൊ മീഖാത്തിലെത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യാം. ഇപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് വരാം, അങ്ങനെ പറ്റും. അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ബോംബെ എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇഹ്റാം ചെയ്തുകൊണ്ട് വരാം.
എന്താണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ മീഖാത്ത് യലംലമാണ്. യലംലം. അപ്പൊ യലംലമിൽ നിന്നോ അല്ലെങ്കിൽ യലംലമിന്റെ മുമ്പോ ഇഹ്റാം ചെയ്യണം. യലംലം വിട്ട് കടക്കുന്നത് ഇഹ്റാമിലായിക്കൊണ്ടായിരിക്കണം. ഇഹ്റാമിൽ അല്ലാതെ യലംലം വിട്ട് കടന്നാൽ അത് പറ്റുകയില്ല. ഇനി ഒരാളെന്ത് ചെയ്ത് ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ട് കടന്നു നിൽക്കുക. എന്നാൽ പിന്നെ ഹജ്ജിന്റെ അമലുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അല്ലെ ഉംറയുടെ അമലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മീഖാത്തിൽ പോയി മടങ്ങി നിൽക്കുക. എന്നാൽ അറവ് നിർബന്ധമാവൂല. ഒരാൾ പോരുന്ന വഴിക്കുള്ളേ അവന്റെ നാട്ടിൽ നിന്ന് അവൻ വരുന്ന വഴിക്കുള്ള മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തില്ല. മീഖാത്തിൽ നിന്നാലും മീഖാത്തിലെത്തുന്നതിന് മുമ്പോ ഇഹ്റാം ചെയ്തില്ല. പിന്നെ മീഖാത്ത് വിട്ട് കടന്ന് അവൻ എന്നിട്ട് എന്ത് ചെയ്ത് മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പൻ എന്ത് ചെയ്ത് അവൻ ഓർമ്മ വന്ന്, ഞാൻ ഇഹ്റാം ചെയ്തില്ലല്ലോ, അങ്ങനെ മീഖാത്തിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ട് മീഖാത്തിന് ഇഹ്റാം ചെയ്തു വന്നു. എന്നാൽ അറവ് നിർബന്ധമില്ല. അല്ലെങ്കിൽ മീഖാത്ത് വിട്ട് കടന്നതിന് ശേഷമാണ് അവൻ ഇഹ്റാം ചെയ്തത്. പിന്നെന്ത് ചെയ്ത് അവൻ ഒന്നുകൂടി മീഖാത്തിലേക്ക് പോയിട്ട് മടങ്ങി. എന്നാലും അറവ് നിർബന്ധമില്ല. നേരെ മറിച്ച് മീഖാത്ത് വിട്ട് കടന്നതിന് ശേഷം ഇഹ്റാം ചെയ്യുകയും പിന്നെ മീഖാത്തിലേക്ക് പോയി മടങ്ങുകയും ചെയ്തില്ല, അങ്ങനെ ഹജ്ജിന്റെയോ ഉംറയുടെ അമലുകളോ പ്രവേശിച്ചു നിൽക്കുക. എന്നാൽ അവന് ഒരു ആടിനെ അറുത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. അപ്പൊ ഈ ചോദിച്ച ആൾ ഇപ്പൊ എന്ത് ചെയ്തിക്കണ്, ചോദിച്ച ആളെന്ത് മക്കയിലെത്തിയതിന് ശേഷമാണ് ഇഹ്റാം ചെയ്തത് നിൽക്കുക. മീഖാത്തിന് ഇഹ്റാം ചെയ്തില്ല, മക്കയിലെത്തിയതിന് ശേഷമാണ് ഇഹ്റാം ചെയ്തത്. എന്നാൽ അവന് അറവ് നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജനാബത്ത്കാരൻ സുബ്ഹിക്ക് മുമ്പ് കുളിച്ചില്ലെങ്കിൽ നോമ്പ് സഹീഹാകുമോ? ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. എന്താണ് നമ്മളിങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിക്ക്. കേരളീയരായ ആളുകൾ എന്ന് പറഞ്ഞാൽ മദ്രസ ഒക്കെ അല്ലെ, 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വരെയൊക്കെ മദ്രസ പഠിക്കുന്ന കൂട്ടരാണ്. പള്ളി ദർസുകളൊക്കെ ഉള്ള രാജ്യമാണ് കേരളം എന്ന് പറഞ്ഞാൽ. അതിന് പുറമെ എപ്പോഴും വഅളുകളും ക്ലാസ്സുകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരള എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ സംശയം ഉണ്ടാകാൻ പാടുണ്ടാ, സുബഹിക്ക് മുമ്പായിട്ട് കുളിക്കാൻ പറ്റില്ല, പിന്നെ നോമ്പ് നോൽക്കാൻ പറ്റുമെന്ന് യാതൊരു വിരോധവുമില്ല. രാത്രി ജനാബത്തുണ്ടായി അല്ലേ, രാത്രി ജനാബത്തുണ്ടായി, സുബഹിന്റെ മുമ്പായിട്ട് കുളിക്കൽ സുന്നത്താണ്. നോമ്പാണെങ്കിലേ സുബഹിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. ഈ സുബഹിന്റെ മുമ്പ് കുളിച്ചില്ല നിൽക്കുക, സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കുളിച്ചത്, എന്നാലും വിരോധമില്ല. നോമ്പിന് അതുകൊണ്ട് വിരോധം ഇല്ല എന്ന് മാത്രമല്ല, ഇനി നോമ്പിനെന്ന് പകൽ നോമ്പുകാരനായിരിക്കാണ് ജനാബത്തുണ്ടായി, എന്നാലും നോമ്പ് മുറിയില്ല. എങ്ങനെ? അവന്റെ പണി കൊണ്ടല്ല, അവന്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ ഒരാൾക്ക് സ്ഖലനമുണ്ടായി നോമ്പിന്, കിടന്നുറങ്ങിയിരുന്നു, വെറുതെ സ്കലിച്ചു പോയി. അതല്ലെങ്കിൽ ഉറങ്ങുന്നില്ല, ഉണർച്ചയിൽ തന്നെ അവനെന്ത് ചെയ്ത് സ്ഖലനമുണ്ടായി, അവന്റെ പ്രവൃത്തി കൊണ്ടല്ലാതെ, എന്നാലും നോമ്പ് മുറിയുകയില്ല. നേരെ മറിച്ച് അവനെന്ത് ചെയ്തു, അവന്റെ പ്രവർത്തനം കൊണ്ട് സ്ഖലനം ഉണ്ടാക്കി, എന്നാൽ നോമ്പ് മുറിയും. അത്രേ ഉള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉപ്പ ഒരു മദ്യപാനി ആയിരുന്നു. ഞാൻ ഇത് മുമ്പ് വായിച്ച മദ്യപാനി ആയിരുന്നു. ആകുന്നത്രയും ഞങ്ങൾ മക്കളും ഉമ്മയും എല്ലാം പറഞ്ഞു നോക്കി. എന്നിട്ടും മാറ്റമില്ലാത്തതിനാൽ ഇപ്പോൾ മദ്യപാനം നിന്ന് കിട്ടാൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റിലാണ്. ഈ ട്രീറ്റ്മെന്റോടെ മദ്യപാനം നിന്ന് കിട്ടാനും ഈമാനോടെ എല്ലാവരും മരിക്കാനും ഉസ്താദ് ക്ലാസ് റൂമിൽ വെച്ചും അല്ലാതെയും ദുആ ചെയ്യണം. ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്. അതുണ്ടാകുമല്ലേ, വാപ്പ കള്ളുടിയനായാലേ പിന്നെ വിഷമമില്ലാതിരിക്കും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന് വാപ്പാക്ക് മദ്യപാനൊക്കെ ഒഴിവാക്കാനുള്ള മനസ്സ്, നല്ല മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മദ്യപാനം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വാലിഹായ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ആ കുടുംബത്തിന് അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ. ഒരു വീട്ടിലൊരാൾ കള്ളുടിയനായാലും എന്താ വീടിന്റെ സ്ഥിതിയിലെ വല്ല ഇതുണ്ടാവും. ഇന്നാളിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നോട്, അവനും അവന്റെ ഭാര്യ വീട്ടിൽ എന്തൊരു കല്യാണം ഒക്കെ ഉണ്ട്, അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം ഇവരൊക്കെ പാടങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇവന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിനെ കെട്ടിയ ആള്, മുത്തച്ഛൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ, അയാളുണ്ട് വന്ന് പറഞ്ഞു. അയാൾ ഈ സംസാരത്തിൽ ഇങ്ങനെ കൂട്ടി, അയാൾ കണ്ടുപിടിച്ചിട്ടാണ് വന്നിരിക്കണത്. എന്നിട്ട് പിന്നെ അയാൾ ഇരിക്കണ കട്ടിലിന്റെ മേലാണ് കയറി നിന്നിട്ട് ഇവരൊക്കെ മുമ്പിലേക്ക് ഇരുന്നിട്ടാണ് മൂത്രമൊഴിച്ചെന്ന്. എന്താ സ്ഥിതിയില്ലേ അത്?
കല്യാണത്തിന്റെ തലേദിവസം ഇവരൊക്കെ പാടെ കാര്യമായ ചർച്ചയിലാണേ. വീട്ടുകാരും അളിയന്മാരും മുത്തച്ഛന്മാരും ഇളയച്ചന്മാരൊക്കെ പാടെ. അതിന്റെ ഇടയിൽ ഇയാളിന് വന്നിട്ട് ആ സംസാരത്തിലേക്ക് കൂടുകയും പിന്നെ കട്ടുമണ്ട് കയറി നിന്നിട്ട് ഇവരൊക്കെ മുമ്പിലേക്ക് അത് തിരിച്ചു വെച്ചുകൊണ്ടേ അണ്ട് മൂത്രമൊഴിച്ചു വന്നു. എന്താണ് ഇങ്ങനെ ഒരു മനുഷ്യന്റെ അന്തസ്സൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ ഒരു വിപത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങേയറ്റം ഹറാമാക്കിയ ഒരു വിഷയമാണ്. ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ കള്ളുകുടിക്കാർക്ക് 40 അടി അടിച്ചിട്ടാണ് അടിക്കണം എന്നാണ്. അങ്ങനെ അവരെ ആ കള്ളുകുടിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. വളരെ പിന്നെ ഒരു കള്ളുകുടിക്കുന്ന ഒരാൾ അവൻ ഈമാനോട് കൂടി കള്ളുകുടിക്കാൻ സാധിക്കൂല എന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈമാൻ തന്നെ ഉയർത്തിക്കളയും. അപ്പൊ അത്രയും വലിയ ഒരു തെറ്റാണ് കള്ളുകുടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരന് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ആ കുടുംബത്തിന് അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ എന്താ ഈ ഇദ്ദേഹം നജസാന്റെ സ്വയം ആറൽ കൊണ്ട് വിമുക്തമാവില്ലേ? അതുപോലെ വസ്ത്രത്തിലെ സ്വയം ആറൽ കൊണ്ട് മനസ്സിലായിട്ടില്ല. എന്ത് ആറൽ കൊണ്ട് പറഞ്ഞാല് മനസ്സിലായിട്ടില്ല. സഭ ഒന്ന് അതൊന്ന് വ്യക്തമാക്കി. ഉസ്താദെ, നാളെ നാട്ടിൽ പോവുകയാണ്. എന്റെ മുറാദ് ഹാസിലാക്കി തരുവാൻ ദുആയിൽ ഉൾപ്പെടുത്തണം. വീട് പണി നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു യാത്രയൊക്കെ റാഹത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. വീട് പണിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു നല്ല രീതിയിൽ വേഗം പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. എന്റെ അമ്മായിയുടെ കുട്ടി ഇന്നലെ ബൈക്ക് അപകടത്തിൽ ഹോസ്പിറ്റൽ ആണ്. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ, സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. നമസ്കാരത്തിൽ അല്ലാതെ സുജൂദ് ചെയ്യാമോ? എങ്കിൽ വുളൂഅ് വേണമോ? ഇല്ല, സുജൂദ് ചെയ്യാൻ പാടില്ല. നമസ്കാരത്തിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. ആരുടെയും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. മറ്റാരും അത് ഇനി വെറുതെ സുജൂദ് ചെയ്യുക, അത് ഹറാമാകുന്നു. സുജൂദ് ചെയ്യലിട്ട സുജൂദിന്റെ ഉദ്ദേശമൊന്നുമില്ലാതെ നെറ്റി നിലത്ത് പിന്നെ വെച്ച് കിടക്കുന്ന വിരോധം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. സുജൂദ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ സുജൂദ് ചെയ്യാൻ പാടില്ല, വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. പിന്നെ ആറൽ ഉണങ്ങല്ലേ? അത് ശരി, ആറൽ ഉണങ്ങുക എന്നാണല്ലേ? അത് ശരി. നജസ് സ്വയം ഉണങ്ങിയാൽ ശുദ്ധിയാവൂല. ഒരാളെ വസ്ത്രത്തിൽ നജസായി അത് വെറുതെ ഉണങ്ങിപ്പോയി നിൽക്കുക, എന്നാൽ ശുദ്ധിയാവൂല. പിന്നെ ആ ഭാഗം കഴുകി ശുദ്ധിയാക്കുക തന്നെ വേണം, എന്നാലേ ശുദ്ധിയാവുള്ളൂ. നജസായ സ്ഥലം ഒരു വസ്ത്രത്തിൽ നജസായി അത് സ്വയം ഉണങ്ങിപ്പോയി, അതിന്റെ വാസന ഒന്നും ഇല്ല, ആ നജസ് എവിടെയെന്ന് അറിയണമില്ല, എന്നാൽ ആ വസ്ത്രം മുഴുവൻ കഴുകുകയും വേണം. ഒരു വസ്ത്രത്തിൽ നജസായിട്ടുണ്ട്, ആ നജസൊക്കെ ഉണങ്ങിപ്പോയി, എവിടെയാണ് നജസ് എന്ന് ഇപ്പോൾ അറിയുന്നില്ല, എന്നാൽ ആ വസ്ത്രം മുഴുവൻ എന്ത് ചെയ്യണം? കഴുകണം. നേരെ മറിച്ച് ഇന്ന സ്ഥലത്താണ് നജസ് ഉണ്ടായിരുന്നത് എന്ന കാര്യം അറിയുമെങ്കിൽ ആ ഭാഗം മാത്രം കഴുകിയാൽ മതി. പിന്നെ ശുക്രിന്റെ സുജൂദ് പറ്റും. ശുക്രിന്റെ സുജൂദ് വെറുതെ സുജൂദാണ്. ഇപ്പൊ വെറുതെ സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതേ. ശുക്രിന്റെ സുജൂദ് അല്ല, ശുക്രിന്റെ സുജൂദ് വെറുതെ അല്ലല്ലോ, അത് കാരണമുള്ള സുജൂദല്ലേ, അത് പറ്റും. പക്ഷെ ആ സുജൂദിന് എന്ത് വേണം? വളു വേണം, ഖിബിലയിലേക്ക് മുന്നേറണം, ഔറത്ത് മറക്കണം. അതുപോലെ തന്നെ വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടൊക്കെ നജസിനെ തൊട്ടൊക്കെ ശുദ്ധിയാവണം അയാള്. അങ്ങനത്തെ നിബന്ധനകളൊക്കെ ഉണ്ട്. ശുക്രിന്റെ സുജൂദ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടൊക്കെ ശുദ്ധിയാവണം, നജസിനെ തൊട്ട് ശുദ്ധിയാവണം, ഖിബിലയിലേക്ക് മുന്നിടണം, ഔറത്ത് മറക്കണം. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനയുള്ള സുജൂദ ആണത്. പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ക്ലാസ് കേൾക്കാൻ പറ്റുമോ? ജവാബ് ചെല്ലാതെ
മിണ്ടാതെ നിന്നാൽ കുറ്റക്കാരൻ ആകുമോ? ബാങ്ക് കൊടുക്കുമ്പോൾ ജവാബ് നൽകൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുമ്പോൾ മിണ്ടാതെ മൗനം ദീക്ഷിക്കുക, എന്നിട്ട് ആ ബാങ്ക് കൊടുക്കുന്ന ഇതിന് ജവാബ് നൽകൽ സുന്നത്താണ്. ആ സുന്നത്ത് നഷ്ടപ്പെടും. ബാങ്ക് കൊടുക്കുമ്പോൾ ഉത്തരം നൽകാതെ ക്ലാസ് കേട്ട് നിൽക്കുക. ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുന്നു, പക്ഷെ ആ ബാങ്കുകാരൻ ഉത്തരം നൽകുന്നില്ല, എന്നാൽ ആ സുന്നത്ത് നഷ്ടപ്പെടും. ആ ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിന് ഉത്തരം നൽകൽ സുന്നത്താണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടും എന്ന് മാത്രം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നു, ഇനി എന്ത് ചെയ്യണം? ഒരാൾ ചോദിച്ചതാണ്. എപ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ അപ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ആളാണ്, അയാൾ അതിന്റെ സമയത്ത് കൊടുത്തില്ല നിൽക്കുക, അപ്പൊ ഖളാ ആയി പോയി. പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും കൊടുത്തില്ല. പെരുന്നാളിന്റെ ആ ദിവസേ സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും അയാൾ കൊടുത്തില്ല നിൽക്കുക, എന്നാൽ പിന്നെ അത് ഖളാ ആയി. ഖളാ ആയാലോ പിന്നെ അത് ഖളാ കൂട്ടൽ നിർബന്ധമാണ്. അത് മറന്നു പോയാൽ എപ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കല് നിർബന്ധമാണ്. അത് സമയം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാകുകയില്ല, അത് കൊടുത്തു വിട്ടുക തന്നെ വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നാളെ തന്നെ തീരുമാനിച്ചു കയറി താമസം. അത് ശരി. പ്രത്യേകം ദുആ ചെയ്യാൻ ഖൈറിനും ഒരാൾ, നമ്മുടെ സഹോദരൻ, പിന്നെ അദ്ദേഹത്തിന്റെ വീട് താമസമാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ നാളെ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ വന്നിറങ്ങി പോകുന്ന നല്ലൊരു വീടാക്കട്ടെ. ആമീൻ. അതിന് ഹദിയും ഫിദിയാന്ന് വേണ്ട. ഒരാൾ സക്കാത്ത് ഫിത്ർ സക്കാത്ത് അപ്പോൾ കൊടുത്തില്ല നിൽക്കുക, അതിൽ വലിയ കഫാർത്തും മറ്റൊന്നുമില്ല, പ്രായശ്ചിത്തൊന്നുമില്ല. അത് എപ്പോഴാണ് ഓർമ്മ വന്നെങ്കിൽ അത് കൊടുക്കണം, അത്രേ ഉള്ളൂ. കൊടുക്കാൻ നിർബന്ധമാണ്. ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേക്കും ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രോഗികൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പല ആളുകളും രോഗം ശിഫയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ ആളുകൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതമൊക്കെ അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ മരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറുകളൊക്കെ നമുക്ക് വിശാലമാക്കി തരികയും നമ്മൾ ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്ത് ആ അമലുകളൊക്കെ അള്ളാഹു നമ്മുടെ ഖബറിൽ നമുക്ക് തുണയായി നൽകുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാകട്ടെ, മുത്തഖീങ്ങളാകട്ടെ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാകട്ടെ. വിവാഹപ്രായം എത്തിയ സഹോദര സഹോദരിമാർക്ക് അവരോട് അനുയോജ്യരായ ഇണകളെ അള്ളാഹു പ്രദാനം ചെയ്യുകയും അവർക്ക് അതിൽ അവരുടെ വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. പുത്തൻ പ്രസ്ഥാനക്കാരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നാൽ സൗദി അറേബ്യയിൽ സുബഹിക്ക് ഖുനൂത്ത് ഓതാതെ ഇമാമിനെ തുടരുന്നതിന്റെ വിധി. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതേ, ഈ പുത്തൻ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ഖുനൂത്ത് ഓതാത്തവരാണ് എന്ന് മനസ്സിലാക്കിയത്. മുബ്തദിഅ എന്ന് പറഞ്ഞാലേ അത് അഖീദയിൽ പിഴച്ചവർക്കാണ് മുബ്തദിഅ എന്ന് പറയാം. അഖീദ വിശ്വാസപരമായ കാര്യങ്ങളിൽ പിഴച്ച ആളുകളുണ്ട്, അവർക്കാണ് മുബ്തദിഅ എന്ന് പറയാം. അതല്ലാതെ കർമ്മത്തില് വ്യത്യാസമുള്ള ആളുകൾക്കല്ല. ഇപ്പൊ സുബഹിക്ക് ഖുനൂത്ത് ഓതാത്ത ആൾക്കാരൊക്കെ മുബ്തദികളാണ് എന്ന് പറയുന്ന ഹനഫി മദ്ഹബുകാർക്ക് സുബഹിക്ക് ഖുനൂത്തില്ല, അല്ലേ? മാലിക്കി മദ്ഹബുകാർക്ക് സുബഹിക്ക് ഖുനൂത്തില്ല, ഹംബലി മദ്ഹബുകാർക്ക് സുബഹിക്ക് ഖുനൂത്തില്ല. മാലിക്കി മദ്ഹബിൽ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട് ഖുനൂത്ത്. ചിലൊരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് എങ്കിലും. അപ്പൊ അതല്ല, അപ്പൊ സുബഹിക്ക് ഖുനൂത്ത് ഓതലും ഖുനൂത്ത് ഓതാതിരിക്കലും അല്ല ബിദ്അത്തിന്റെ മാനദണ്ഡം. മുബ്തദിയാണോ അല്ലെങ്കിൽ മുബ്തദി അല്ലേ എന്നതിന്റെ മാനദണ്ഡം അതല്ല. സുബഹിക്ക് ഒരു ഷാഫി മദ്ഹബുകാരൻ തന്നെ അയാൾ ഖുനൂത്ത് ഓതില്ല നിൽക്കുന്നാലോ അത് മുബ്തദി അല്ല, അയാളൊരു സുന്നത്ത് ഉപേക്ഷിച്ചു, അത്രയല്ലേ? അയാളുടെ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്ത് അയാൾ ഉപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. സുബഹിക്ക് അയാൾക്ക് അയാളുടെ നിസ്കാരം സഹിയാകും, പിന്നെ അതേ സമയത്ത് അയാൾ മുബ്തദി അല്ല. അതല്ലെങ്കിൽ ഇനി എന്താണ്,
തറാവീഹ് അല്ല, തറാവീന്റെ വിഷയമല്ല, അല്ലെങ്കിൽ എന്താണ് വേറെ നിസ്കാരത്തിന് ശേഷം തുടർന്നില്ല, അതുകൊണ്ട് ആള് മുബ്തദി ആകുമോ? ഇല്ല. പിന്നെ അഖീദയാണ്, അഖീദാപരമായ വിഷയം. അതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അല്ലാത്ത അഖീദ വെച്ച് പുലർത്തുന്ന ആളുകൾക്കാണ് മുബ്തദി എന്ന് പറയുക. ഉദാഹരണം, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ ശിർക്കല്ല. അതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. അതാണ് അള്ളാഹു അല്ലാത്തവരോട്, മരിച്ചവരോട്ടെ അല്ലാത്തവരാട്ടെ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചു നിൽക്കുക. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ ശിർക്കാവും അല്ലേ? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ ശിർക്കാകും. എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ഒരാൾ സഹായം ചോദിച്ചു നിൽക്കുക, അതുകൊണ്ട് ശിർക്കാകുമോ? ശിർക്കാവൂല, അയാൾ മുശ്രിക്കാവൂല. എന്നാൽ ചില പൊട്ടന്മാര് പറയാണ് ഇങ്ങനെ, എന്ത് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാലും മുശ്രിക്കാവുന്നു. അപ്പൊ അത് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദയ്ക്ക് വിരുദ്ധമായ അഖീദയാണ്. അതുപോലെ തന്നെ സ്വാലിഹായ അമലുകൾ കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ കൊണ്ടാവട്ടെ തവസ്സുൽ ചെയ്യുക, അത് അനുവദിക്കപ്പെട്ട വിഷയമാണ്. അത് ചിലർ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അഖീദക്ക് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് എതിരാണത്. അതുപോലെ തന്നെ നബിമാർ മാത്രമേ മഅസൂമീങ്ങളുള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മഅസൂമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന്റെ നബിമാരാണ്. മലക്കുകൾ, നബിമാർ, ഇവരൊക്കെ മഅസൂമീങ്ങളാണ്. നബിമാരല്ലാത്ത മറ്റു മനുഷ്യന്മാരൊന്നും മഅസൂമീങ്ങളല്ല. എന്നാൽ ഷിയാക്കളുടെ വിശ്വാസം എന്താ? അതല്ല, 12 ഇമാനികളുണ്ട്, അവർ മഅസൂമീങ്ങളാണ് എന്ന്. അപ്പൊ അത് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദയ്ക്ക് വിരുദ്ധമായ അഖീദയാണത്. അപ്പൊ അതുകൊണ്ട് അത് മുബ്തദിയങ്ങളാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വിശ്വാസപരമായ കാര്യത്തിൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അല്ലാത്ത അഖീദ വെച്ച് പുലർത്തുന്നവർക്കാണ് മുബ്തദിയങ്ങൾ എന്ന് പറയുക. അതല്ലാതെ കർമ്മപരമായ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളൊന്നും മുബ്തദിയങ്ങളല്ല. സുബഹിക്ക് കുനൂത്ത് ഓതാതിരിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ആൾ മുബ്തദിയാവൂല. അത് ഹനഫി മദ്ഹബുകാരും കുനൂത്ത് ഓതുന്നില്ല, ഹംബലി മദ്ഹബുകാരും കുനൂത്ത് ഓതുന്നില്ല, അവരൊന്നും മുബ്തദിയങ്ങളല്ലല്ലോ. അപ്പൊ അതാണ് വിഷയം. സൗദി അറേബ്യയിൽ സുബഹിക്ക് കുനൂത്ത് ഓതുന്നില്ല, അതിന്റെ പേരിലല്ല അവർ മുബ്തദിയങ്ങളാവുക. അതേ സമയത്ത് അവർ വഹാബികളാണ് നിൽക്കുക. അവർ വഹാബികളാണെങ്കിൽ അവർ മുബ്തദിയങ്ങളാണ്. അതാണ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സജദയുടെ സുജൂദ് എങ്ങനെയെന്ന്, തിലാവത്തിന്റെ സുജൂദ് എന്നാ പറയാം, സജദയുടെ സുജൂദല്ല, തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ് എങ്ങനെയാണ്? തക്ബീറത്തുൽ ഇഹ്റാം ഇരുന്ന് കെട്ടിയാൽ മതിയോ? തിലാവത്ത് ഖുർആൻ ഓതുകയാണ്, ആ സമയത്ത് സുജൂദിന്റെ സ്ഥാനം എത്തി. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാ? ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കണം, ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കണം. അയാൾക്ക് ഒളു വേണം, അയാൾ ഔറത്ത് മറക്കണം, മുട്ടുകൊണ്ട സ്ഥലം മറച്ചവനായിരിക്കണം, അയാൾക്ക് ഒളു വേണം, ഖിബ്ലയിലേക്ക് മുന്നിടണം. എന്നിട്ട് തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. അതിനുശേഷം ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ ഒന്നും ചെല്ലാതെ സുജൂദ് ചെയ്തു നിൽക്കുന്നാലും സുജൂദ് സഹിയാകും. അതല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സജദ വജ്ഹഹു അല്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞു. അതൊക്കെ സുന്നത്താണ്. അതിനുശേഷം എന്ത് ചെയ്യുക? ആ സുജൂദിന് അവൻ എഴുന്നേറ്റിരിക്കുക, എന്ത് ഒരു സലാം പൊട്ടുക. ഇതാണ് തിലാവത്തിന്റെ സുജൂദിന്റെ രൂപം. ഉസ്താദെ, സൗദിയയിൽ അഖീദ ഇബ്നു തൈമിയ്യ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പിൻപറ്റുന്ന ഇമാംമാരാണ് എന്നാണ്ട് ഉറപ്പിക്കാൻ പറ്റൂല. ആണ് എങ്കിൽ മുബ്തദീങ്ങളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അഖീദക്കാരാണ് അവിടെയുള്ള ഇമാമികൾ എന്ന് ഉറപ്പാണെങ്കിൽ അവർ മുബ്തദീങ്ങളാണ്. അപ്പൊ അവർ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമെങ്കിലും ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അതല്ല, അത് ഉറപ്പൊന്നുമില്ല. എന്നാലോ വിരോധമില്ല. അവളെ കുറിച്ച് മുബ്തദീന്ന് ഒരു വ്യക്തിനെ കുറിച്ച് ഇല്ലാത്ത ധാരണ വെച്ച് പുലർത്തരുത് അല്ലേ? ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കാഫിറാന്ന് ധാരണ വെച്ച് പുലർത്തരുത്. അതാണ് ഒരാളെ കണ്ടു നിൽക്കുക, അയാൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് സംശയം, എന്നാൽ സലാം ചെല്ല സുന്നത്താണ് എന്നാ. അവിടെ ഒരാളിങ്ങനെ വരണുണ്ട്, അയാൾ മുസ്ലിമാണോ കാഫിറാണോ അറിയില്ല, എന്നാൽ അയാൾക്ക് സലാം ചെല്ല സുന്നത്താണ്. എന്താണ് കാരണം? ഇനി അയാൾ മുസ്ലിമാണ് എങ്കിൽ അയാൾ കാഫിറാണോ എന്നയാളെ കുറിച്ച് എന്ന് ചെയ്യാൻ പാടില്ല, അങ്ങനെ ധാരണ വെച്ച് പുലർത്താൻ പാടില്ലല്ലോ അല്ലേ? അപ്പൊ അതേ സമയത്ത് അയാൾ കാഫിറാന്ന് ഉറപ്പായി നിൽക്കുക, എന്നാൽ പിന്നെ സലാം ചെല്ലാൻ പാടില്ല. അപ്പൊ നമ്മൾ എല്ലാരെ കുറിച്ച് നല്ല വിശ്വാസം നമുക്ക് വേണ്ടത്. എല്ലാവരും സുന്നികളാണ്, എല്ലാവരും മുസ്ലിങ്ങളാണ് അല്ലേ? അതാണ്, എല്ലാവരും സുന്നികളാണ്, എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന നല്ല ധാരണയാണ്. അതേസമയത്ത് ആൾ മുബ്തദിയാന്ന് ബോധ്യപ്പെട്ടു, അപ്പോൾ നമ്മൾ അയാൾ മുബ്തദിയാന്ന് മനസ്സിലാക്കുന്നു. അയാൾ കാഫിറാന്ന് ബോധ്യപ്പെട്ടു, അപ്പോൾ മാത്രം നമ്മൾ അയാൾ കാഫിറാന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ബോധ്യപ്പെട്ടാൽ
കാഫിറിന് സലാം ചെല്ലാൻ പറ്റുകയില്ല. മുബ്തദിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ തുറന്ന് നിസ്കരിക്കൽ കറാഹത്താണ്, അല്ല എങ്കിൽ കറാഹത്തല്ല. അതാണ് നമ്മുടെ നിലപാട്. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് അങ്ങനെയാണ്. പിന്നെ ഒരു സുജൂദ് ചെയ്താലും മതിയോ? അതെ, ഒരു സുജൂദ് തന്നെയാണ് ചെയ്യേണ്ടത്. തിലാവത്തിന് സുജൂദിലെ ഒരു സുജൂദ് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു സുജൂദ് ചെയ്ത് ഇരുന്ന് സലാം വീട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സംസം വെള്ളം ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ആ മുസ്ലിങ്ങളെ നിന്ദിക്കുകയില്ല എന്ന് അറിയുമെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംസം വെള്ളം കൊടുക്കാം. അതുകൊണ്ട് വിരോധമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ കബൂൽ ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഞാൻ നേരത്തെ പറഞ്ഞത് വിശുദ്ധ റമളാൻ മാസത്തിൽ ഒരു പ്രത്യേക സമയം തെരഞ്ഞെടുത്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വിവരം അറിയിക്കണം എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മസ്നീദിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അതിന് മൈക്കിലേക്ക് വരണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്തഫ ഉണ്ടോ? സഹോദര ഉസ്താദ് മൈക്കടിക്ക്. ഞാൻ പിന്നീട് സംസാരിച്ചോളാം ഇൻഷാ അല്ലാഹ്. ഉസ്താദ് മൈക്കടിക്ക്. റമദാനിന്റെ പ്രത്യേക പരിപാടികളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇൻഷാ അല്ലാഹ് ഒരു മാസം റമദാനിലേക്കുള്ള എല്ലാ ദിവസവുമുള്ള പ്രത്യേക പരിപാടികളുമായി തയ്യാറായി വരും എന്ന് തന്നെയാണ് ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അള്ളാഹു അതൊക്കെ എളുപ്പമാക്കി തരട്ടെ. ഒരുപാട് സ്ഥലന്മാരുണ്ട്. നൗഫൽ ഉസ്താദ് പറഞ്ഞതുപോലെ സമയത്തിന്റെ ഒരു വിഷയം ഉണ്ട്. കാരണം മറ്റ് കാലങ്ങളിലൊക്കെ ഉള്ള സമയവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രമാത്രം ബാധിക്കില്ല. അതേസമയം റമദാനിലുള്ള സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നമുക്ക് ഉസ്താദ്മാരുമായിട്ട് കൂടിയിരുന്ന് വളരെ പെട്ടെന്ന് ആ സമയത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാനുണ്ട്. കാരണം നാട്ടിലും ഇവിടെയും ഏതായാലും ന്യൂസിലാൻഡിലെ ഒന്നും സമയം ക്രമത്തിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാംസ് റെഡിയാക്കാൻ ഏതായാലും കഴിയില്ല. നാട്ടിലെയും യു എയിലെയും സൗദിയിലെയും ഒക്കെ മിഡിൽ ഈസ്റ്റിലെയൊക്കെ സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കാരണം നോമ്പ് തുറക്കുന്നതിന് മുമ്പും അതുപോലെ അതിന് അത്താഴത്തിന് ശേഷം തറാവീഹിന് ശേഷവുമുള്ള സമയങ്ങളൊക്കെ എപ്പോഴും നമുക്ക് നേരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. റമദാൻ പ്രത്യേക പരിപാടികളൊക്കെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ്, അത് സൗദിയിൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ യു എക്കാരൊരുത്ത ആളുകൾക്കും കേൾക്കാൻ പറ്റാത്തൊരു വിഷയം വരും. അപ്പൊ അത് അത്തരം വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് വളരെ വൈകാതെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും ആശിഖ് നബി എന്ന ഐഡിയിൽ നിന്ന് നമ്മുടെ പാനസ് റമദാൻ പോലെയുള്ള പരിപാടികളൊക്കെ ഏതായാലും മുസ്തഫ ഉദവിയുടെ ഒക്കെ മനസ്സിൽ ഒരുപാട് കുറെ പരിപാടികളെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൂറുൽ ഉസ്താദ് തന്നെയും റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ ഉസ്താദ്മാരുടെ രണ്ടാളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അവരുടെ വാക്കുകൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്ന് രണ്ട് PM വന്നപ്പോ ഞാൻ ഇനി അത് PM മറുപടി കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് മൈക്കെടുത്താണ്. ഒന്ന് ഇയാൾ ഇവിടെ ഉണ്ടാവുന്ന കരുതുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദേ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സുഖമില്ലാത്തത് കൊണ്ട് കുറച്ച് നോമ്പ് നോൽക്കാൻ പറ്റിയില്ല. ഒരു നോമ്പിന് എത്ര മുദ്ദ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സുഖമില്ലാത്ത റമദാൻ മാസത്തിൽ ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ സാധിച്ചില്ല. ഈ ആൾ ഇവിടെ ഉണ്ടാകുമല്ലേ? ആളിവിടെ ഉണ്ടാ? ഈ ചോദിച്ച ആൾ ഇവിടെ ഉണ്ടാ? റമദാനിലെ നോമ്പ് നോക്കാൻ പറ്റിയില്ല, എത്ര മുദ്ദ കൊടുക്കേണ്ടതെന്നുള്ളത് അദ്ദേഹം അവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ രസടിക്കങ്ങള് PF വന്നിട്ടുള്ളൂ. അത് പോട്ടെ. ഇത് മനുഷ്യനെ സ്വീപ്പാക്കാണല്ലേ? വലിയ എന്താ മനസ്സിലാക്കിയതാവാം. PM ചെയ്യാണ്ട് ഉണ്ടാകാൻ പോകുക തന്നെ. പിന്നെ ഗ്യാസ്, ചാണകം കൊണ്ട് ഗ്യാസ് ഉണ്ടാക്കി അതുകൊണ്ട് പാചകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വിരോധമില്ല. ചാണകം കൊണ്ടായാലുമല്ല, എന്തുകൊണ്ടാണ് ശരി ഗ്യാസ് ഉണ്ടാക്കി ആ ഗ്യാസ് കൊണ്ട് ഭക്ഷണ സാധനം പാകം ചെയ്യുന്നത് കൊണ്ട് വിരോധം ഇല്ല. ഗ്യാസ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റുമോ? ഗ്യാസ് ഉണ്ടാക്കി നജസ് വിൽക്കാൻ പറ്റൂല എന്നുള്ളൂ. ഗ്യാസ് ഇപ്പൊ നജസൊന്നല്ലേ. ഗ്യാസ് ഉണ്ടാക്കി അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യാം, അത് വിൽക്കുകയും ചെയ്യാം.
അതേ സമയത്ത് നജസ് വിൽക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. എന്നാ ഇനി വേറൊന്നുമില്ല, പ്രത്യേകമൊന്നുമില്ല. ഞാൻ ഈ ഇദ്ദേഹത്തിന് PM-ലൂടെയും മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല. കുറച്ചു നേരമൊക്കെ ക്ഷമിക്കണമല്ലോ അല്ലേ? ഒരു PM വന്നാല് ഒരു മിനിറ്റൊക്കെ ഒന്ന് ക്ഷമിക്കേണ്ടതല്ലേ? ഞാൻ റിലീസ് ചെയ്തിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.